ഇന്ന് ഞങ്ങൾ പോണ ഷാർജ കൽബയിലുള്ള ഹാങ്ങിങ് ഗാർഡനിലാണ് ഞങ്ങൾ പോണത്. ഷാർജയിൽ നിന്ന് ഏതാണ്ട് 110 കിലോമീറ്ററാണ് ഹാങ്ങിങ് ഗാർഡനിലേക്കുള്ളത്. ഇന്ന് ഞങ്ങൾ എത്തി ഈദ് അവധിയായതിൻ്റെ പേരിൽ ഇവിടെ പാർക്കിംഗ് ഫ്രീ ആണ്. അല്ലാത്ത ദിവസം നമ്മൾ എൻ്റെ ആപ്ലിക്കേഷൻ വഴിയിട്ട് അവിടെ പാർക്കിംഗ് ഫീസ് അടയ്ക്കേണ്ടതായിട്ട് വരും. ഇവിടെ നമുക്ക് ഒരാൾക്ക് കയറുന്നതിന് പെർ ഹെഡിന് 10 ദിർഹംസാണ് ചാർജ് വരുന്നത്. ഇവിടെ കുട്ടികൾ കളിക്കാനുള്ള പാർക്ക് ഗാർഡനുകളിൽ നമുക്ക് ഉള്ളിൽ കയറുമ്പോൾ കാണാവുന്നതാണ്. എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് ഇവിടെ. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. ഞാൻ ഏതാണ്ട് എത്തിയ ഒരു നൈറ്റ് ടൈം ഒരു 7 o'clock കൂടിയിട്ട് ഞാൻ അവിടെ എത്തി. ഇവിടുത്തെ ടൈമിംഗ് എന്ന് വെച്ചാൽ 4 മണി മുതൽ 12 മണി വരെയാണ്. ഇവിടെ നിന്ന് ട്രെയിൻ സർവീസ് ഉണ്ട്. അതിൻ്റെ ഉൾഭാഗമൊക്കെ നമുക്കൊന്ന് ചുറ്റിക്കാണിക്കുമ്പോഴൊരു ട്രെയിൻ സർവീസ് ഉണ്ട്. ട്രെയിൻ സർവീസ് പെർ ഹെഡിന് ചാർജ് ആക്കുന്നത് 5 ദിർഹംസാണ്. ട്രെയിൻ സർവീസ് നമ്മൾ അതിൻ്റെ ഉൾവശങ്ങളൊന്ന് ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്ത് കാണിക്കത്തെ മാത്രമേ ഉള്ളൂ. ഒരു 5 മിനിറ്റ് ട്രാവലിങ്. ട്രെയിൻ നമ്മൾ മുകൾ വശത്ത് കൊണ്ടുപോകുന്നുള്ള തെറ്റിദ്ധാരണ ആയിരിക്കും വേണ്ട. മുകളിലോട്ട് പോകാറില്ല. ആ ജസ്റ്റ് താഴ്ഭാഗത്ത് മാത്രമേ ജസ്റ്റ് ഒന്ന് റൗണ്ട് ആക്കും. അതിൻ്റെ കാര്യം വേണമെന്നുള്ളവർക്ക് പോകാം. പിന്നെ വളരെ മനോഹരമായിട്ടാണ് വാട്ടർഫാൾസൊക്കെ സെറ്റാക്കിയിട്ടുള്ളത്. അതിൻ്റെ മുകളിൽ കയറി നല്ല മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ്. നമുക്ക് താഴോട്ട് കാണാം. വളരെ നല്ല രസമായിട്ടുള്ളൊരു വ്യൂ ആണ്. ലൈറ്റ് വ്യൂ കാണണം. നമുക്ക് ഏതാണ്ട് നൈറ്റ് ടൈമിൽ വന്നാൽ മാത്രമേ ലൈറ്റ് സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റത്തുള്ളൂ. ഡേ ടൈമിൽ നമുക്ക് അതൊന്നും ലൈറ്റ് സെറ്റിങ് ഇത്ര നല്ലപോലെ ആസ്വദിക്കാൻ പറ്റില്ല. വരുന്നത് 4 മണിയോടുകൂടി വരിക. അതാണ് ഏറ്റവും നല്ലതായിട്ടുള്ളത്. ഇതിൻ്റെ വാട്ടർഫാൾസെല്ലാം വളരെ മനോഹരമായിട്ട് വാട്ടർഫാൾസിനെ പല തട്ടുകളായിട്ട് നമുക്കിന്ന് ഫോട്ടോഷൂട്ടിനും കാര്യങ്ങൾക്ക് ഓരോ തട്ടായിട്ട് നമുക്ക് അവിടെ സ്ലോപ്പുകളും കാര്യങ്ങളും എല്ലാം കിട്ടിയിട്ടുണ്ട്. നമുക്കവിടെ സ്റ്റേ ചെയ്യാനും അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനും കാര്യങ്ങളെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇന്ന് ഈദിൻ്റെ അവധിയായതുകൊണ്ട് തന്നെ നല്ല റഷാണ്. നമുക്ക് കാണാവുന്ന വളരെ മനോഹരമായിട്ടൊരു വാട്ടർഫാൾസാണ്. ചെറിയ ഫിഷുകൾ കാര്യങ്ങളെല്ലാം നമുക്ക് കാണാവുന്നതാണ്. ഇത് കാണാം. പല തട്ടുകളായിട്ടാണ് ഇത് സെറ്റാക്കിയിട്ടുള്ളത്. ഈ വാട്ടർഫാൾസുകളുടെ ലൈറ്റിൻ്റെ കളറുകൾ ഇങ്ങനെ ഓരോ സമയത്ത് ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. പല സമയത്ത് പല ലൈറ്റുകളാണ് വരുന്നത്. നമുക്ക് മുകളിലോട്ട് കയറാനും ഉള്ള പാതകളൊക്കെ വളരെ മനോഹരമായിട്ടുണ്ട്. പല മരങ്ങളൊക്കെ സൈഡുകളിലൊക്കെ വെച്ച് നട്ടിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടാണ് ലൈറ്റ് സെറ്റിങ്ങിലൂടെ അവർ സെറ്റാക്കിയിട്ടുള്ളത്. നമ്മളീ കാണുന്നത് ഏറ്റവും ടോപ്പിൽ നിന്നുള്ളൊരു വ്യൂ ആണ് ഈ കാണുന്നത്. ഏറ്റവും ടോപ്പിൽ നിന്ന് കാണുന്നത് വളരെ മനോഹരമായിട്ടുണ്ട്. ലൈറ്റ് സെറ്റിങ്ങും കാര്യങ്ങളും റോഡിനോട് ചേർന്നിട്ടാണ് ഹാങ്ങിങ് ഗാർഡനിലുള്ളത്.
Lama lagi yang kita tahu. Ini apa dia? Ini motor? ये बात कर ला ये शराब दे Hah? शराब दे कोई निकली Ini buat dia. Saya salah lagi. ഞങ്ങളൊരു ഏകദേശം 11:30 ആയതോടുകൂടി അവിടുന്ന് ഞങ്ങൾ ഷാർജയിലേക്ക് തിരിച്ച് പുറപ്പെട്ടു. ഏകദേശം അടയ്ക്കുന്ന സമയമായിട്ടുണ്ട്. ഈ സമയത്ത് എന്തായാലും ആളുകളെല്ലാം ഉള്ളിലോട്ട് വന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ട്, ഒരുപാട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അരമണിക്കൂറേ ബാക്കിയുള്ളെങ്കിൽ കൂടി തന്നെ